ലഹരി സംഘം കോളേജിൽ കയറി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മർദ്ദിച്ചതായി പരാതി. സംസ്കൃത സർവകലാശാലയുടെ തിരൂർ ക്യാമ്പസിലാണ് സംഭവം. അക്രമത്തിനെതിരെ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. മുബഷീർ പി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ രാത്രിയാണ് സംസ്കൃത സർവകലാശാല തിരൂർ ക്യാമ്പസിൽ വെച്ച് ലഹരി സംഘത്തിന്റെ അതിക്രമം വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായത്. ഇവിടുത്തെ ഹോസ്റ്റലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഈ ഒരു ക്യാമ്പസിലേക്ക് അതിക്രമിച്ചു കയറിയ ലഹരി സംഘം മർദ്ദിച്ചതായിട്ടുള്ള ഒരു പരാതി വിദ്യാർത്ഥികൾ തന്നെ ഉന്നയിച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ക്യാമ്പസിന് ചുറ്റുമതിൽ ഗേറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലഹരി സംഘം കയറുന്നത് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊരു പതിവ് സംഭവമാണ്. വിദ്യാർത്ഥികൾക്കെതിരെ അതിക്രമ സംഭവങ്ങൾ ഒരു പതിവ് സംഭവമായി ഇവിടെ തുടരുകയാണെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ വലിയൊരു പ്രതിഷേധം വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു സംഭവം? എപ്പോഴായിരുന്നു? ഇന്നലെ വൈകുന്നേരം നമ്മൾ ക്യാമ്പസിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് വൈകുന്നേരം പതിവായിട്ട് ചായ കുടിക്കാൻ പോകാറുള്ള നമ്മുടെ ക്യാമ്പസിൻ്റെ മാത്രം വഴിയാണത്. അങ്ങനെ തികച്ച് എല്ലാ ദിവസവും പോകുന്നത് പോലെ നമ്മൾ പോയപ്പോൾ ഒരു പറ്റം മാഫിയ ഡ്രഗ്സിന് അഡിക്റ്റായ ഒരു കൂട്ടം യുവാക്കൾ അവിടെ നിന്ന് ഈ പോയ വഴിയിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും വളരെ മോശമായ രീതിയിൽ കമൻ്റ് അടിക്കുകയും വളരെ മോശമായ രീതിയിൽ നോക്കുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അത് ഞാനുൾപ്പെടെ ഇവിടെ നിന്ന് ഒരു ഭൂരിപക്ഷം വിദ്യാർത്ഥികളും അത് അനുഭവിച്ചതാണ്. അത് ചോദ്യം ചെയ്ത അധ്യാപകരെയും വിദ്യാർത്ഥികളെയും മർദ്ദിക്കുകയാണ് ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാണത്. അപ്പോൾ ഇതിനകത്തേക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ഈ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഈ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് വരെ അറിയാം ഈ ക്യാമ്പസിൽ ഏതൊക്കെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്, പുറത്തുനിന്ന് എത്ര ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളത്. ഒരു 10 മണിക്ക് ശേഷം, രാത്രി 10 മണിക്ക് ശേഷം കുറ്റിപ്പുറം തിരൂർ റോഡിലേക്ക് പോകുന്ന ഏത് വണ്ടിയും ഒരു നേരം പോക്കിനായിട്ട് ഇതിനകത്തേക്ക് കയറും. നിലവിലൊരു ഗേറ്റ് ഇല്ല. വരുന്ന വഴിക്ക് ഇപ്പോൾ നിങ്ങൾ കയറി വരുന്ന വഴിക്ക് രാത്രി ആയി കഴിഞ്ഞാൽ വളരെ വലിയ ഇരുട്ടാണ്. മാലിന്യങ്ങളടക്കം സൈഡിലേക്ക് തള്ളുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മണൽ മാഫിയകളുടെ ശല്യമുണ്ട്. അതുപോലെ പുറത്തുനിന്ന് ആൾക്ക് വരുന്ന കാറുകൾ നിർത്തിയിട്ടുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പസിന്റെ ഭാഗത്താണ്. 2 ദിവസം മുമ്പ് ഇവിടെ ലഹരി മാഫിയകൾ വന്ന് ഇവിടെ അടിയുണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോയതാണ്. ബുള്ളറ്റിൽ 3 അംഗ സംഘം വന്ന് ഇവിടെ വിദ്യാർത്ഥികളെയും ഇവിടുത്തെ സെക്യൂരിറ്റിയെയും ആക്രമിക്കുന്ന സാഹചര്യം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റി നൽകേണ്ട അടിസ്ഥാന സൗകര്യം പോലെ യൂണിവേഴ്സിറ്റി നൽകാത്തവരാണ്. ശങ്കരാചാര്യ എന്ന് പറയുന്ന വലിയ സംസ്കൃത സർവ്വശാല, ഈ സർവ്വശാലയിലെ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. ഇവിടെ വിദ്യാർത്ഥികൾ നടക്കുന്ന വഴിയിൽ ഒരു ലൈറ്റ് പോലും ഇതുവരെ ഇവിടുത്തെ അധികാരികൾക്ക് ബന്ധപ്പെട്ടവർക്ക് വെക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും വസ്തുതയാണ്. വിദ്യാർത്ഥികൾ അവർ നേരിടുന്ന ദുരനുഭവമാണ് നമ്മളോട് പങ്കുവച്ചത്. ഈ ക്യാമ്പസൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. തെരുവ് നായ ശല്യം ഒരു ഭാഗത്ത് വളരെ രൂക്ഷമായുണ്ട്. ചുറ്റുമതിലില്ല, ഗേറ്റില്ല എന്നുള്ളത് വസ്തുതയായി നിലനിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ അതിക്രമിക്കുന്നതിന് വേണ്ടി ലഹരി സംഘമൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് അതിക്രമിച്ച് കയറുന്നുണ്ട്. അടിയന്തര നടപടി കാര്യത്തിൽ സ്വീകരിക്കണമെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. അതില്ലാത്ത പക്ഷം ശക്തമായ നടപടികളും പ്രതിഷേധ പരിപാടികളും അവർ സംഘടിപ്പിക്കുമെന്നും അറിയിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് കരുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷീർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.